സോ വെൽക്കം ടു സ്കോളഡ് ലേണിംഗ്. നമ്മൾ നിങ്ങൾക്ക് ജനറൽ എക്കണോമിക്സ് ജനറൽ എക്കണോമിക്സിൽ ബ്ലോക്ക് 4 പബ്ലിക് ഫിനാൻസ്. അപ്പോൾ പബ്ലിക് ഫിനാൻസിലെ യൂണിറ്റ് 1 ദറ്റ് മീൻസ് ദി പബ്ലിക് ഫിനാൻസ് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ്. ആ ഒരു ഏരിയയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഐ റിപ്പീറ്റ്, നമ്മളെ ജനറൽ എക്കണോമിക്സിലെ നാലാമത്തെ ബ്ലോക്കായ പബ്ലിക് ഫിനാൻസ്, അതിൽ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള, അഥവാ നമ്മൾ ചാപ്റ്റർ എന്നൊക്കെ പറയും അല്ലേ, ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള പബ്ലിക് ഫിനാൻസ് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഇന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ബിഫോർ സ്റ്റാർട്ടിങ് ദി സെഷൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ലെക്ചർ നോട്ട് എഴുതി വെക്കണം. അപ്പോൾ നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്ത് വെക്കുക. ആ നോട്ട്ബുക്ക് എടുത്ത് വെച്ചിട്ട് പിന്നെ ഒരു പെന്നും ഒരു നോട്ട്ബുക്കും നിങ്ങളുടെ കയ്യിൽ വേണം. നമ്മൾ ക്ലാസ്സിൽ പറയുന്ന പല കാര്യങ്ങളും, ചിലപ്പോൾ സ്ലൈഡിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പല ഉദാഹരണങ്ങളായിട്ടൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളത് നോട്ട് ചെയ്ത് വെക്കണം. അതുകൊണ്ടാണ് ലെക്ചർ നോട്ട് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. വൈൽ വി ആർ സ്റ്റഡിങ് നമ്മൾക്കൊരു ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. സോ അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു നോട്ടും ഒരു പെന്നും എടുത്തിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, പ്ലസ് അതിൻ്റെ കൂടെ നമ്മുടെ മെറ്റീരിയൽ കൂടി ആകുന്ന സമയത്ത് യു ക്യാൻ ഈസിലി നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഓക്കെ, സോ ഇവിടെ എന്താണ് പബ്ലിക് ഫിനാൻസും പ്രൈവറ്റ് ഫിനാൻസും? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താണ് പബ്ലിക് ഫിനാൻസ് എന്ന് പറയും, അതിൻ്റെ ഫീച്ചേഴ്സ് പറയും, ഇമ്പോർട്ടൻസ് പറയും, സ്കോപ്പ് പറയും. ദെൻ അതിനുശേഷം പ്രൈവറ്റ് ഫിനാൻസ് പറയും. ദെൻ പബ്ലിക് ഫിനാൻസും പ്രൈവറ്റ് ഫിനാൻസും തമ്മിലുള്ള ഡിഫറൻസുകൾ പറയും. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി എന്താണ് പബ്ലിക് ഫിനാൻസ്? പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ഫിനാൻസ് ഡീൽസ് വിത്ത് ദി, സിമ്പിളായിട്ട് പറഞ്ഞ എത്രയേ ഉള്ളൂ, പബ്ലിക് അതോറിറ്റിയുടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആക്ടിവിറ്റീസ്, ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് ഇക്കണോമിക്സ്. ഇതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു വാട്ട് വി ക്യാൻ സേ ഒരു ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ്. അതിനെ നമുക്ക് എന്തെന്ന് പറയാം? പബ്ലിക് ഫിനാൻസ് എന്ന് പറയാം. സോ പബ്ലിക് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി എന്തിനാ പറയാ? ഗവൺമെന്റിന്റെ. അപ്പോൾ ഗവൺമെന്റിന്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആക്ടിവിറ്റികളെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ആണ് എന്ത്? പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പം എക്കണോമിക്സിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് അല്ലേ? മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, അതുപോലെ തന്നെയുള്ള ഒരു ബ്രാഞ്ചാണ് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പൊ പബ്ലിക് ഫിനാൻസിൽ എന്താണ് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. പബ്ലിക് ഫിനാൻസിൽ ഒരു പബ്ലിക് അതോറിറ്റി, ദാറ്റ് മീൻസ് ഒരു രാജ്യത്തിന്റെ പബ്ലിക് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ രാജ്യത്തിലെ ഗവൺമെന്റ് ആണ് അല്ലേ? അപ്പൊ ആ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറിനെ കുറിച്ചും ഗവൺമെന്റിന്റെ റവന്യൂവിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് ആണ് എന്ത്? പബ്ലിക് ഫിനാൻസ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. Then when it comes to the meaning of പബ്ലിക് ഫിനാൻസിൽ എന്താ നമ്മൾ പഠിക്കുന്നത്? നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, പബ്ലിക് ഫിനാൻസ് ഡീൽസ് വിത്ത് ദി financial activities of the government. That means it studies how the government raise revenue, allocate resources and manage expenditure to achieve economic and social objectives. അതായത് ഒരു ഗവൺമെന്റ് ഭരിക്കുന്ന നാട്ടിലുള്ള അല്ലെങ്കിൽ ആ രാജ്യത്തിലുള്ള ആളുകളുടെ എക്കണോമിക് സോഷ്യൽ ആയിട്ടുള്ള ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ, രാജ്യത്തിന്റെ എക്കണോമിക് വെൽഫെയർ മാക്സിമത്തിൽ എത്തിക്കുക, സോഷ്യൽ വെൽഫെയർ മാക്സിമത്തിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് ഗവൺമെന്റ് എങ്ങനെയാണ് റവന്യൂ, ഇൻകം റേസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഈ റേസ് ചെയ്ത ഇൻകം ഗവൺമെന്റ് ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചിലവഴിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പബ്ലിക് ഫിനാൻസിൽ പഠിക്കുന്നത്. സിംപ്ലി പബ്ലിക് ഫിനാൻസ് മീൻസ് ഹൗ ദി ഗവൺമെന്റ് ഏൺസ് മണി ആൻഡ് സ്പെൻഡ് മണി. ഞാൻ നേരത്തെ നിങ്ങളുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, പബ്ലിക് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഗവൺമെന്റിന്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആക്ടിവിറ്റീസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠനശാഖയാണെന്നാണ് പറഞ്ഞത് അല്ലെ? അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളതും. ഇത് എന്താ ഉദ്ദേശിക്കുന്നത്? ഹൗ ദി ഗവൺമെന്റ് ഏൺസ് മണി ആൻഡ് സ്പെൻഡ് മണി എന്നുള്ളതാണ്. ഇനി പല ആളുകളും അതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ പബ്ലിക് ഫിനാൻസിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റിന്റെ ഇൻകം, അതായത് ഗവൺമെന്റിന് എവിടുന്നൊക്കെയാണ് വരുമാനം കിട്ടുന്നത്, ഏതൊക്കെ രീതിയിലാണ് ഗവൺമെന്റ് വരുമാനം റേസ് ചെയ്യുന്നത്. നമ്മളിപ്പോ പല ബജറ്റുകളൊക്കെ കാണുന്ന സമയത്ത്, ഇപ്പോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആയിക്കോട്ടെ, യൂണിയൻ ഗവൺമെന്റിന്റെ ആയിക്കോട്ടെ, ബജറ്റൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, എങ്ങനെയൊക്കെയാണ് ഗവൺമെന്റ് വരുമാനം കണ്ടെത്തുന്ന മാർഗങ്ങൾ. രണ്ട്, ഈ കിട്ടിയ സാധനം ഗവൺമെന്റ് ഏതൊക്കെ മേഖലയിലേക്ക് ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് ചെലവഴിക്കുക. സോ ഇത്തരത്തിലുള്ള എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻകം ആക്ടിവിറ്റീസ് ഓഫ് ദി ഗവൺമെന്റ്, അതിനെക്കുറിച്ച് പഠിക്കുന്ന ഒരു പഠനശാഖയാണ് പബ്ലിക് ഫിനാൻസ് എന്നുള്ളത് ആലോചിച്ച് വെക്കുക. സോ ഒരു 3 മാർക്കിനൊക്കെ ഇപ്പൊ നമ്മളോട് FIUGP നിങ്ങളുടെ എക്സാമിന് ഒരു 3 മാർക്കിനൊരു ചോദ്യം ചോദിക്കുകയാണ്, വാട്ട് ഈസ് പബ്ലിക് ഫിനാൻസ്?
ഓക്കെ, നിങ്ങളിപ്പോൾ ഇത് കഴിഞ്ഞാൽ എന്തായാലും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ എക്സാം എഴുതാൻ പോകുമല്ലോ. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് പബ്ലിക് ഫിനാൻസ്, 3 മാർക്കിന് ചോദിച്ചു. അപ്പൊ പബ്ലിക് ഫിനാൻസ് എന്ന് ചോദിച്ചാൽ ഇത്രയും എഴുതി വെക്കുക. പബ്ലിക് ഫിനാൻസ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ഇക്കണോമിക്സ് വിച്ച് സ്റ്റഡീസ് ദി ദി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആക്ടിവിറ്റീസ് ഓഫ് ദി ഗവൺമെന്റ്. ഒരു രാജ്യത്തിലെ ഗവൺമെന്റിന്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആക്ടിവിറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് അതിന്റെ മീനിങ്. Then when it comes to the definition, പബ്ലിക് ഫിനാൻസിന് ഇപ്പൊ എന്താ ഡെഫിനിഷൻ, എന്താണ് പബ്ലിക് ഫിനാൻസ് എന്നുള്ളത് പലരും പല രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് പിന്നീട് ഡിഫറെന്റ് ഡെഫിനിഷൻസിലേക്ക് നയിച്ചിട്ടുള്ളത്. ഓക്കെ, സോ എന്താണ് ഡെഫിനിഷനിൽ ഡാൾട്ടൺ പറഞ്ഞ കാര്യം. സോ അക്കോർഡിംഗ് ടു ഹഗ് ഡാൾട്ടൺ, അദ്ദേഹം എങ്ങനെയാണ് പബ്ലിക് ഫിനാൻസിനെ ഡിഫൈൻ ചെയ്തത്? പബ്ലിക് ഫിനാൻസ് സ്റ്റഡീസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെന്റ് ആൻഡ് ദെയർ ഇഫക്ട്സ് ഓൺ ദി സൊസൈറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ മീനിങ്ങുമായിട്ട് സിമിലർ തന്നെയാണ്. അതായത് ഗവൺമെന്റിന്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠനശാഖയാണ് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഗവൺമെന്റിന്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, അതായത് ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അത് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഇഫക്റ്റ് എന്തൊക്കെയാണ്, സോ ഇതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ഏരിയ ആണ്. അതാണ് പബ്ലിക് ഫിനാൻസിൽ പഠിക്കുന്നത് എന്നുള്ളതാണ് ഹോഗ് ഡാൾട്ടൺ പറഞ്ഞു വെച്ചത്. അപ്പൊ 3 മാർക്കിന് ചോദിക്കുമ്പോൾ നിങ്ങൾ പബ്ലിക് ഫിനാൻസ് ഡീൽസ് വിത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെന്റ്. According to Hugh Dalton, public finance means it studies the income and expenditure of government and their effect on the society. അതായത് ഗവൺമെന്റിന്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആക്ടിവിറ്റി കൊണ്ട് സൊസൈറ്റിയിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പബ്ലിക് ഫിനാൻസിൽ പഠിക്കുന്നത്. സോ അക്കോർഡിംഗ് ടു ബാസ്റ്റബിൾ, അടുത്തൊരാളാണ് ബാസ്റ്റബിൾ. ബാസ്റ്റബിൾ എങ്ങനെയാണ് പബ്ലിക് ഫിനാൻസിനെ ഡിഫൈൻ ചെയ്തു വെച്ചിട്ടുള്ളത്? According to Bastable, public finance deals with the expenditure and income of the government. സിമ്പിൾ ആണ്, ഞാൻ ആദ്യം പറഞ്ഞ സെയിം സാധനം. ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറിനെ കുറിച്ചും അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ ഇൻകത്തിനെ കുറിച്ചുമാണ് എന്തിന് പഠിക്കുന്നത്? പബ്ലിക് ഫിനാൻസിൽ ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ബാസ്റ്റബിൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. സോ അക്കോർഡിംഗ് ടു ബാസ്റ്റബിൾ, പബ്ലിക് ഫിനാൻസ് ഡീൽസ് വിത്ത് എക്സ്പെൻഡിച്ചർ ആൻഡ് ഇൻകം ഓഫ് ദി ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിനെ കുറിച്ചും ഗവൺമെന്റിന്റെ ഇൻകത്തിനെ കുറിച്ചും ഒക്കെ പഠിക്കുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പഠനശാഖയാണ് പബ്ലിക് ഫിനാൻസ് എന്നുള്ളതാണ് ബാസ്റ്റബിൾ പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് സാധനം മനസ്സിലായല്ലോ, സിമ്പിൾ ആണ്. എന്താ പബ്ലിക് ഫിനാൻസ് എന്ന് മനസ്സിലായല്ലോ? ഒരു രാജ്യത്തിലെ ഗവൺമെന്റിന്റെ ഇൻകത്തിനെ കുറിച്ചും അതേപോലെ തന്നെ ആ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചറിനെ കുറിച്ചും പഠിക്കുന്ന ഒരു പഠനശാഖയാണ് പബ്ലിക് ഫിനാൻസ്. ഓക്കെ, അതാണ് ആര് പറഞ്ഞത്? നമ്മുടെ ബാസ്റ്റബിളും അതേപോലെ തന്നെ ഹോഗ് ഡാൾട്ടൺ അടക്കമുള്ള എക്കണോമിസ്റ്റുകൾ പറഞ്ഞു വെച്ചാൽ അത്രയേ ഉള്ളൂ. ഗവൺമെന്റിന്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആക്ടിവിറ്റീസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠനശാഖയാണ് പബ്ലിക് ഫിനാൻസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, അപ്പൊ അതിന്റെ മലയാളം മീനിങ് നിങ്ങൾക്ക് അടുത്ത സ്ലൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടുന്ന സമയത്ത് ഒന്ന് വായിച്ചു നോക്കാം, കാരണം നമ്മൾ മലയാളത്തിലാണല്ലോ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് നെക്സ്റ്റ് പറയാനുള്ളത്. സോ പബ്ലിക് ഫിനാൻസ് നമ്മൾ പറഞ്ഞു. എന്താണ് ഇതിൽ ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആയിട്ടുള്ളത്? പബ്ലിക് ഫിനാൻസ് കൺസേൺഡ് വിത്ത് സോഷ്യൽ വെൽഫെയർ ആൻഡ് കളക്റ്റീവ് നീഡ്സ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞു ഗവൺമെന്റിന്റെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആക്ടിവിറ്റിയാണ് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊരു ഗവൺമെന്റിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് സിംപ്ലി പറഞ്ഞാൽ എന്താ? ആ പർട്ടിക്കുലർ സൊസൈറ്റിയിലുള്ള ആളുകളുടെ സോഷ്യൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യുക, ആളുകളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക. അതാണ് കളക്റ്റീവ് നീഡ്സ് എന്ന് പറഞ്ഞാൽ. കളക്റ്റീവ് നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണൽ നീഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്കിപ്പോ എനിക്ക് എന്റെ വീട്ടിലേക്ക് ഒരു റോഡ് വേണം, അത് എന്റെ പേഴ്സണൽ നീഡാണ്. അപ്പൊ ഞാൻ എന്റെ പറമ്പിൽ നിന്നൊരു 10 അടി സ്ഥലം എടുത്ത് അതിനകത്തേക്ക് റോഡ് വെട്ടി ഒക്കെ ചെയ്തു. ദാറ്റ് ഇസ് മൈ പേഴ്സണൽ നീഡ്. ഇനി എന്താ കളക്റ്റീവ് നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ എന്റെ അയൽവക്കക്കാരായ കുറെ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഞാൻ അടക്കമുള്ള എന്റെ നാട്ടിലുള്ള ഒരു 19 വീട്ടുകാർക്ക് കുടിവെള്ളമില്ല. അപ്പൊ കുടിവെള്ളം ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് ഞങ്ങൾ നാട്ടുകാർ പറയുമ്പോൾ അതൊരു കളക്റ്റീവ് നീഡാണ്. ഒരുപാട് ആളുകൾ ഒരുമിച്ചാണ് ആവശ്യം പറയുന്നത്. അപ്പൊ ഗവൺമെന്റ് പലപ്പോഴും ഈ കളക്റ്റീവ് നീഡ്സ് ഫുൾഫിൽ ചെയ്യാനാണ് ശ്രമിക്കുക. സോ പബ്ലിക് ഫിനാൻസ് ഈസ് കൺസേൺഡ് വിത്ത് സോഷ്യൽ വെൽഫെയർ ആൻഡ് കളക്റ്റീവ് നീഡ്സ്. ആളുകളുടെ കളക്റ്റീവ് ആയിട്ടുള്ള ജനങ്ങളുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ ആ ഗവൺമെന്റ് ഭരിക്കുന്ന സൊസൈറ്റിയുടെ വെൽഫെയർ മാക്സിമത്തിൽ എത്തിക്കാൻ പറ്റുക. വെൽഫെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകളുടെ ക്ഷേമം, അതായത് ആളുകളുടെ ലിവിങ് കണ്ടീഷൻ മെച്ചപ്പെടുത്തുക, ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെടുത്തുക, അവർക്ക് നല്ല ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടാക്കി കൊടുക്കുക, നല്ല എഡ്യൂക്കേഷൻ ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക. സോ ഇത്തരത്തിലുള്ള സോഷ്യൽ വെൽഫെയർ മാക്സിമത്തിൽ എത്തിക്കുക, അതിനുവേണ്ടി കളക്റ്റീവ് നീഡ്സ് ഫുൾഫിൽ ചെയ്യുക. ഇതൊക്കെയാണ് പബ്ലിക് ഫിനാൻസിൽ കൂടുതലും കൺസേൺ ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളത് ആലോചിച്ച് വെക്കുക. ഇനി 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കാണ് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്ന സബ്ജക്ട് ആൻസർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ പബ്ലിക് ഫിനാൻസിൽ എന്തൊക്കെയാണ് ആ 3 ചോദ്യങ്ങൾ? എന്താണ് ഗവൺമെന്റ് ചെയ്യുക? അതാണ് വാട്ട് ഷുഡ് ദി ഗവൺമെന്റ് ഡു?
എന്താണ് ഗവൺമെന്റ് ചെയ്യുക? അത് നമുക്ക് വരുന്ന സ്ലൈഡിൽ നമ്മൾ ഫങ്ഷൻസ് ഓഫ് ഗവൺമെന്റ് പറയുന്നുണ്ട്. അതിൽ അലോക്കേഷൻ ഫംഗ്ഷനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. എന്താന്നുള്ളതൊക്കെ അടുത്ത സ്ലൈഡിൽ പറയാം കേട്ടോ. രണ്ടാമത്തത്, ഹൗ ഷുഡ് ഇറ്റ് ഫിനാൻസ് ഇറ്റ് ആക്ടിവിറ്റീസ്? എങ്ങനെയാണ് ഗവൺമെന്റ് ഈ പറയുന്ന കാര്യങ്ങൾ വേണ്ട പൈസയൊക്കെ ഫിനാൻസ് ചെയ്യുന്നത്? ഗവൺമെന്റിന്റെ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ടുള്ള പൈസ എങ്ങനെയാണ് ഫിനാൻസ് ചെയ്യുന്നത്? അതാണ് ഹൗ ഷുഡ് ഇറ്റ് ഫിനാൻസ് ഇറ്റ്സ് ആക്ടിവിറ്റീസ്. 3, വാട്ട് ആർ ദി ഇഫക്റ്റ് ഓഫ് ഇറ്റ്സ് ആക്ഷൻസ്? ഗവൺമെന്റ് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് സൊസൈറ്റിയിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്? അതാണ് ചിലപ്പോൾ അത് ഇക്കോണമിയിൽ ഗ്രോത്ത് ഉണ്ടാക്കാം, സ്റ്റെബിലിറ്റി ഉണ്ടാക്കാം, ഇക്വിറ്റി ഉണ്ടാക്കാം. സോ ഈ ഗവൺമെന്റിന്റെ ഇത്തരത്തിലുള്ള ആക്ഷൻസ് എന്ത് ഇമ്പാക്റ്റ് ആണ്, എന്ത് ഇഫക്റ്റ് ആണ് സൊസൈറ്റിയിൽ ഉണ്ടാക്കുക? അതാണ് 3ാമത്തെ ചോദ്യം. സോ ഈ 3 ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാനാണ് പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്ന ഏരിയ ഉള്ളത്. സോ പബ്ലിക് ഫിനാൻസ് ഈസ് നോട്ട് ജസ്റ്റ് an accounting of income and expenditure but also an instrument of economic policy. ക്ലിയർ ആയല്ലോ? സോ ഈ 3 ചോദ്യങ്ങൾ, വാട്ട് ഷുഡ് ദി ഗവൺമെന്റ് ഡു, then how should it finance its activities, and what are the effects of its actions? ഈ 3 കാര്യങ്ങൾ ആൻസർ ചെയ്യാനാണ് പിന്നെ ഈ പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉള്ളത് എന്നുള്ളത് ആലോചിച്ച് വെക്കുക. ഇനി പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ ഇവല്യൂഷൻ എങ്ങനെയാണ്? ഓക്കെ, അപ്പം നമുക്കറിയാം ദർ എക്സിസ്റ്റ് ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് ഇക്കണോമിക് തോട്ട് അല്ലേ? ദർ എക്സിസ്റ്റ് ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് ഇക്കണോമിക് തോട്ട്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാകും, നമുക്ക് ഒരു ഫിസിയോക്രസി ഉണ്ട്, ഫിസിയോക്രാറ്റ്സ് ഉണ്ട്, ദെൻ മെർക്കന്റലിസ്റ്റുകൾ ഉണ്ട്, ദെൻ ക്ലാസിക്കൽസ് ഉണ്ട്, ദെൻ കെയ്നീഷ്യൻ റെവല്യൂഷൻ, അതിനുശേഷം പോസ്റ്റ് കെയ്നീഷ്യൻ റെവല്യൂഷനിലേക്ക് ഇപ്പൊ നമ്മുടെ മിൽട്ടൺ ഫ്രീഡ്മാന്, അതേപോലെ തന്നെ മിൽട്ടൺ ഫ്രീഡ്മാന്റെ ഒരു സ്കൂൾ ഓഫ് തോട്ടാണ് മോണിറ്ററിസം എന്ന് പറയുന്നത്. ദെൻ ന്യൂ കെയ്നീഷ്യൻ എക്കണോമിക്സുകളുണ്ട്, ന്യൂ ക്ലാസിക്കൽസ് ഉണ്ട്, സപ്ലൈ സൈഡ് എക്കണോമിക്സുകളുണ്ട്. സോ ഇങ്ങനെ ദർ എക്സിസ്റ്റ് ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് തോട്ട്. അപ്പൊ അതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഇനീഷ്യൽ സ്കൂൾ ഓഫ് തോട്ട് ആയിരുന്നു ക്ലാസിക്കൽസ് എന്ന് പറയുന്നത്. നമ്മൾ +2 പഠിച്ചിട്ടുണ്ട് അല്ലെ ക്ലാസിക്കൽസ്. അതായത് നിങ്ങൾ ക്ലാസിക്കൽസിന്റെ പ്രധാനപ്പെട്ട പില്ലാറുകൾ പഠിച്ചിട്ടുണ്ടാവും. നോ ഗവൺമെന്റ് ഇന്റർവെൻഷൻ, ഫുൾ എംപ്ലോയ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് അല്ലെ. അപ്പോ ക്ലാസിക്കൽസ് പബ്ലിക് ഫിനാൻസിനെ എങ്ങനെയാണ് അവർ പബ്ലിക് ഫിനാൻസിനെ കണ്ടിരുന്നത്? അതായത് പബ്ലിക് ഫിനാൻസിന് എതിരായിരുന്നു ക്ലാസിക്കൽസ് എന്നുള്ളതാണ്. കാരണം ക്ലാസിക്കൽസിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വാട്ട് വി ക്യാൻ സേ, ക്ലാസിക്കൽസിന്റെ ഒരു പ്രധാനപ്പെട്ട പിന്നെ എന്താണ് ഒരു അസംഷൻ ആണ് നോ ഗവൺമെന്റ് ഇന്റർവെൻഷൻ അഥവാ ലേസസ് ഫെയർ പോളിസി എന്ന് പറയുന്നത്. എന്താണ് ലേസസ് ഫെയർ പോളിസി എന്ന് പറയുന്നത്? എന്താ ലേസസ് ഫെയർ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇക്കോണമിയിൽ ഗവൺമെന്റ് ഇടപെടേണ്ട ആവശ്യമില്ല എന്ന്. അതാണ് എന്ത് ലേസസ് ഫെയർ പോളിസി, ലീസ്റ്റ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ. എന്താണ് ലീസ്റ്റ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ? ഇതാണ് ആരുടെ പോളിസി? ക്ലാസിക്കൽസിന്റെ പോളിസി. അപ്പൊ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ക്ലാസിക്കൽസിന്റെ അഭിപ്രായത്തില് പബ്ലിക് ഫിനാൻസിന് അത്ര വലിയ ഇമ്പോർട്ടൻസ് ക്ലാസിക്കൽസ് കൊടുത്തിരുന്നില്ല. സോ മിനിമൽ സ്റ്റേറ്റ് റോൾ, സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഗവൺമെന്റിന്റെ റോൾ വളരെ ചെറുതാണെന്നുള്ളതാണ് ആര് പറയുന്നത്? ക്ലാസിക്കൽസ് പറഞ്ഞു വെക്കുന്നത്. സോ ഗവൺമെന്റ് റോൾ ഈസ് ലിമിറ്റഡ് ടു, രാജ്യത്ത് എന്തെങ്കിലും ഒരു ലോ ആൻഡ് ഓർഡറിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനോ, അല്ലെങ്കിൽ ഡിഫൻസ് കൃത്യമായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇക്കണോമിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഗവൺമെന്റിന്റെ യാതൊരുവിധ ഇടപെടലിന്റെയും ആവശ്യമില്ല. മാർക്കറ്റ് വിൽ ക്ലിയർ ഇറ്റ് സെൽഫ് എന്നുള്ളതാണ് ആര് പറഞ്ഞത്? ക്ലാസിക്കൽസ് പറഞ്ഞത്. അപ്പൊ ശരിക്കും ക്ലാസിക്കൽസിന്റെ അഭിപ്രായത്തിൽ ഒരു പബ്ലിക് ഫിനാൻസിന് വലിയൊരു സാധ്യത ഇല്ല എന്ന് വാദിച്ച ആളുകളാണ് ക്ലാസിക്കൽസ്. സോ പബ്ലിക് ഫിനാൻസ് ഓൺലി മീൻ ഫോർ ബാലൻസിങ് ബജറ്റ്. ഓക്കെ, ഇനി മോഡേൺ വ്യൂ പ്രകാരം പബ്ലിക് ഫിനാൻസ് അതായത് ഗവൺമെന്റിന് ഒരു ആക്റ്റീവ് റോൾ വഹിക്കാനുണ്ട് എന്നുള്ളതാണ് മോഡേൺ എക്കണോമിസ്റ്റുകൾ പറയുന്നത്. ദറ്റ് മീൻസ് ഹിയർ ദി ഗവൺമെന്റ് പ്ലേസ് ആൻ ആക്റ്റീവ് റോൾ. ദറ്റ് മീൻസ് ഇൻ ഓർഡർ ടു reach the goals like economic development, full employment, reduction in income inequality. So ഒരു സൊസൈറ്റിയിൽ എക്കണോമിക് ഡെവലപ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് നമുക്കറിയാം എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോത്ത് പ്ലസ് സ്ട്രക്ചറൽ ചേഞ്ച് ആണ്. എന്ന് പറഞ്ഞാൽ ഇക്കോണമിയുടെ നാഷണൽ ഇൻകം വർദ്ധിക്കുക, അതിനെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഈ നാഷണൽ ഇൻകം വർദ്ധിക്കുന്നത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഒരു സ്ട്രക്ചറൽ ചേഞ്ച്. ദാറ്റ് മീൻസ് പല രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ഇക്കണോമിക് ആക്ടിവിറ്റീസ്, ഇതൊക്കെ ആളുകളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നല്ല എഡ്യൂക്കേഷൻ സിസ്റ്റം, നല്ല ഹെൽത്ത് സിസ്റ്റം, ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇക്കോണമിയിൽ എന്തുണ്ടാവുക? എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവുക. സോ ഇത്തരത്തിലുള്ള ഇക്കണോമിക് ഡെവലപ്മെന്റ് ഒരു ഇക്കോണമിയിൽ ഒരു സൊസൈറ്റിയിൽ വേണമെങ്കിൽ ദർ ഷുഡ് ബി ദി ഗവൺമെന്റ് ഇന്റർവെൻഷൻ എന്നുള്ളതാണ് മോഡേൺ വ്യൂവിൽ പറയുന്നത്. അപ്പൊ മോഡേൺ വ്യൂവിന്റെ അഭിപ്രായ പ്രകാരം പബ്ലിക് ഫിനാൻസിന് ഒരു വലിയ റോൾ ഉണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ക്ലാസിക്കൽസ് പറഞ്ഞത് പബ്ലിക് ഫിനാൻസിന് വലിയ റോൾ ഇല്ല, പക്ഷെ മോഡേൺ വ്യൂ പ്രകാരം അവർ പറയുന്നത് ഗവൺമെന്റിന് വലിയ റോൾ ഉണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ രാജ്യത്തിന്റെ എക്കണോമിക് ഡെവലപ്മെന്റ് അച്ചീവ് ചെയ്യാനായിക്കോട്ടെ, ഫുൾ എംപ്ലോയ്മെന്റ് അച്ചീവ് ചെയ്യാനായിക്കോട്ടെ. എന്താ ഫുൾ എംപ്ലോയ്മെന്റ്? ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജോലി ചെയ്യാൻ തയ്യാറായ എല്ലാ ആളുകൾക്കും ജോലി കിട്ടുന്ന അവസ്ഥയെയാണ് നമ്മൾ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയാം. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടില് 100 ആൾക്കാരുണ്ട്. അതിൽ 100 ആൾക്കാരും ജോലി ചെയ്യാൻ തയ്യാറായിട്ട് വന്നു. ഒരു 50 ഉറുപ്പ്യ കൂലി കിട്ടിയാൽ ജോലി ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 100 ആള് വന്നു. അപ്പോ ആ 100 ആൾക്കാർ വന്ന ആ 100 ആൾക്കാർക്കും ജോലി കിട്ടി. ജോലി ചെയ്യാൻ തയ്യാറായ എല്ലാ ആളുകൾക്കും ജോലി കിട്ടി. ദാറ്റ് മീൻസ് ദോസ് ഹു ആർ വില്ലിംഗ് ടു വർക്ക് അറ്റ് ദി പ്രിവൈലിംഗ് മാർക്കറ്റ് വേജ് റേറ്റ് can get the job. Then that situation is called full employment. I repeat, full employment is a situation where those who are willing to work at the prevailing market wage rate can find the job. അതായത് പ്രിവൈലിംഗ് ആയിട്ടുള്ള മാർക്കറ്റ് വേജ് റേറ്റിൽ ഉള്ള കൂലിയിൽ ജോലി ചെയ്യാൻ തയ്യാറാകുന്ന എല്ലാവർക്കും ജോലി കിട്ടുകയാണെങ്കിൽ ആ സിറ്റുവേഷൻ എക്കണോമിക്സിൽ വിളിക്കുന്ന പേരാണ് ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫുൾ എംപ്ലോയ്മെന്റ് നമുക്ക് എത്തിപ്പിടിക്കാനും അവിടെ ആരുടെ സഹായം വേണം? ഗവൺമെന്റിന്റെ സഹായം വേണം. അതേപോലെ തന്നെ ഇക്കോണമിയിലെ ഇന്നിക്വാളിറ്റി റെഡ്യൂസ് ചെയ്യാൻ. എന്താ ഇന്നിക്വാളിറ്റി എന്ന് പറഞ്ഞാൽ? പലതരത്തിലുള്ള ഇന്നിക്വാളിറ്റി ഉണ്ട് അല്ലെ. അതിലൊരു പ്രധാനപ്പെട്ട ഇന്നിക്വാളിറ്റിയാണ് ഇൻകം ഇന്നിക്വാളിറ്റി എന്ന് പറയുന്നത്. കുറെ ആളുകൾക്ക് കുറച്ച് പൈസയുള്ളൂ, എന്നാൽ വളരെ കുറച്ച് ആളുകളടുത്ത് കൂടുതൽ പൈസ ഉണ്ടാകുന്ന അവസ്ഥ. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾക്ക് 2 ലക്ഷം രൂപേന്റെ ഒരു ആസ്തി ഉണ്ട്, ഒരാൾക്ക് ഒരു 10 ലക്ഷം രൂപേന്റെ ആസ്തി ഉണ്ട്, ഒരാൾക്ക് 20,000 രൂപേന്റെ ആസ്തി പോലും ഇല്ല. അപ്പൊ അവിടെ ഒരു ഇന്നിക്വാളിറ്റി നിലനിൽക്കുന്നുണ്ട് അല്ലെ. സോ ഇത്തരത്തിലുള്ള റിച്ചും പൂറും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം കുറയ്ക്കുക, പൂറായിട്ടുള്ള ആളുകളുടെ ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുക, അവർക്കിടയിലുള്ള ഇന്നിക്വാളിറ്റി പരമാവധി കുറയ്ക്കുക. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിർവഹിക്കണമെങ്കിൽ ദർ ഷുഡ് ബി എ ഗവൺമെന്റ് എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ ഈ മോഡേൺ വ്യൂ പ്രകാരം പബ്ലിക് ഫിനാൻസിന് വലിയ റോൾ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതിൽ ഈ മോഡേൺ വ്യൂവിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് സ്റ്റാർട്ട് ചെയ്ത് കെയ്നീഷ്യൻ റെവല്യൂഷൻ എന്നാണ് കേട്ടോ. കെയ്ൻസ് ആണ് ആദ്യമായിട്ട് പറഞ്ഞത് ഇക്കോണമിയിൽ പ്രശ്നങ്ങൾ ഒഴിവാകാൻ ഗവൺമെന്റ് ഇന്റർവെൻഷൻ ഉണ്ടായേ പറ്റുമെന്ന്. കാരണം ക്ലാസിക്കൽസ് പറഞ്ഞത് നോ ഗവൺമെന്റ് ഇന്റർവെൻഷൻ എന്നാ, മാർക്കറ്റ് വിൽ ക്ലിയർ ഇറ്റ് സെൽഫ് എന്നാണ് ക്ലാസിക്കൽസ് പറഞ്ഞത്. പക്ഷെ കെയ്ൻസ് ആണ് പറഞ്ഞത് എന്ത്? ഗവൺമെന്റ് തന്നെ ഇടപെട്ടാൽ മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സിംപ്ലി ഒരു ഇവല്യൂഷൻ ഓഫ് പബ്ലിക് ഫിനാൻസിന് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇനീഷ്യൽ സ്റ്റേജിൽ പബ്ലിക് ഫിനാൻസിന് യാതൊരുവിധ സാധ്യതയും ഇല്ല എന്നുള്ളതാണ് ക്ലാസിക്കൽസ് പറഞ്ഞത്. പക്ഷെ പിന്നീട് വന്ന മോഡേൺ എക്കണോമിസ്റ്റുകളാണ് പറഞ്ഞത് ഒരു ഇക്കോണമിയിൽ എക്കണോമിക് ഡെവലപ്മെന്റ്, ഫുൾ എംപ്ലോയ്മെന്റ്, അതേപോലെ തന്നെ ഇൻഇക്വാളിറ്റി കുറയ്ക്കാനൊക്കെ ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് ഉണ്ടെങ്കിൽ വളരെ ഈസിലി നമുക്കത് റീച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. സോ ദിസ് ഈസ് അബൌട്ട് ദി ഇവല്യൂഷൻ ഓഫ് പബ്ലിക് ഫിനാൻസ്. ഓക്കെ.